എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകാൻ പോവുകയാണ്. സമയം 9:29 US ടൈം, നമ്മുടെ സമയം 6:59 PM. ഡേറ്റ് 13/9/2024. ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ, നമുക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് പോകാം. അതൊരു ബുള്ളിഷ് പ്രൈസ് ആക്ഷനാണ്. വെയിറ്റ്, UAL നമ്മൾ നോക്കി. ഓക്കെ, സിസ്കോ ഓക്കെ, ഡെയിലി 20 MA എൻ്റെ റൈസിങ് 20 MA ആണെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയ റിജക്ഷൻ എന്തായാലും 20 MA ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അഡ്വാൻസ് എൻട്രിയാണ് 2 മിനിറ്റിൽ എടുക്കുന്നത്. ഇങ്ങനെ ഒരു മേജർ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, കൊക്കോല ഒരു നൈസ് സെല്ലിംഗ് ആണ്. ബ്യൂട്ടിഫുൾ സെല്ലിംഗ് ഇൻറ്റു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോണാണ് സപ്പോർട്ടിൻ്റെ. ഒരു ഹോൾ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 57 ആണ്. 56 സപ്പോർട്ടിലാണ്. ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത 5 മിനിറ്റ് ക്യാൻഡലിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. Not break schedule. നമ്മൾ 48ലാണ് എൻട്രി ആയിരിക്കുന്നത്. 58 10 49. ഞാൻ ആ 2 മിനിറ്റിൻ്റെ ഹൈയിൽ കൊണ്ടുവരികയാണ്. 52. കാരണം എനിക്ക് ആ 50 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഔട്ടാണ്. ഒരു അഗ്രസീവ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. കാരണം 50 ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു സോണാണ്. സോ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് റിജക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഔട്ടാണ്. അതെ, ആ 50 ഒരു സ്ട്രോങ് ഏരിയ ആണ്. അവിടെ കണ്ടാകും മാർക്കറ്റ്. ഓക്കെ, സോ ഞാൻ ഔട്ട് മാർക്കറ്റിൽ നിന്ന്. $26 ലോസ് എടുത്തു. ഓക്കെ, ഇപ്പോൾ പോയിട്ട് തിരിച്ച് പൊക്കൂടാന്നില്ല. നമ്മുടെ ഇനിഷ്യൽ ലോസ് നമ്മൾ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം ഫുൾ ലോസിൻ്റെ ഓൾമോസ്റ്റ് ആയേനെ. സോ അതൊരു 50 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് പോകത്തുള്ളായിരുന്നു. ഇനി പൊക്കൂടാന്നില്ല. അത് തന്നെയാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ലെറ്റ്സ് സീ, റീട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വീണ്ടും റീട്രൈ ചെയ്യാം. അപ്പോൾ അവിടുന്ന് ബൈ സെറ്റപ്പ് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. ചെയ്യാൻ പറ്റും. ലോ ഓഫ് ദ ക്യാൻഡിൽ 48.58. നമ്മളൊരു റിവേഴ്സൽ ബൈ സെറ്റപ്പ് ട്രൈ ചെയ്യുവാണ്.
60 ആ താഴെയുണ്ട്. നമ്മുടെ ബൈ സെറ്റപ്പ് ട്രിഗർ ആയിട്ടില്ല. റിവേഴ്സൽ ട്രിഗർ ആയിട്ടില്ല ഇതുവരെ. സോ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഇനിഷ്യൽ സ്റ്റോപ്പ് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോൾ എപ്രസ്റ്റ് 60 മേളിൽ ഡോളറിന് മേളിൽ നമുക്കിപ്പോൾ ലോസ് അടിച്ചു തരാം. നമ്മുടെ ഫുൾ ലോസും എല്ലാം അടിച്ചു തരാം. സോ നമ്മുടെ ബൈ സെറ്റപ്പ് നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ ബൈ ട്രിഗർ ആയില്ല. സോ അതുകൊണ്ട് ഞാൻ ഔട്ട്. പക്ഷേ പ്രയർ ഡേ ക്ലോസോടെയാണ് മുകളിൽ വരുന്നത്. സോ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാത്ത ഇപ്പം. കാരണം നമുക്കൊരു 1 to 1 സ്പേസ് ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ട്രിഗർ ആയിരുന്നെങ്കിൽ ഒരു 1 to 1 നമുക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. പ്രയർ ഡേ ക്ലോസിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ഇടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ട്രൈ ചെയ്യാത്തത്. ഓക്കെ, MetLife English 15 minute 200 MA ആണ്. 96 സർവൈവ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബൈ സെറ്റപ്പാണ്. ബൈ സെറ്റപ്പ് ട്രിഗർ ആയിട്ടില്ല 5 മിനിറ്റിൽ. ഓക്കെ, ട്രിഗർ നമ്മൾ ട്രൈ ചെയ്യുവാണ്. പ്രൈസ് മൂവ്മെൻറ്റ് അങ്ങോട്ട് ശരിയല്ലല്ലോ. അത് ക്യാൻസൽ ചെയ്തു. മൂവ് ചെയ്യുന്നത് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എൻട്രി ബാറിന് ലോ 97. പ്രൈസ് ഒന്നും എക്സിക്യൂട്ട് ആയിട്ടില്ല. ഓ ഓക്കെ, മൂന്ന് ലോട്ട് എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. 8ലാണ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ 2 ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്. ഉള്ളതാട്ടെ, കൺട്രോൾ സ്റ്റോപ്പ് ഞാൻ 8. $76 നമ്മളിനകത്ത് സൈസ് കുറവാണ് നമ്മുടെ. അതായത് നമ്മൾ ഉദ്ദേശിച്ച സൈസ് കിട്ടിയില്ല. 10 സെൻറ്റ് റിസ്ക്. അപ്പോൾ നമ്മളതിനകത്ത് പ്രോഫിറ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല. ആഡ് ചെയ്യാം, പക്ഷേങ്കിൽ ഒരു പ്രൈസ് റിപ്പോർട്ട് ആഡ് ചെയ്യുന്നതും ബുദ്ധിയായിട്ട് തോന്നുന്നില്ല. ഞാൻ റിസ്ക് മാനേജ് ചെയ്യുവാണ്. 76.5 അതിൻ്റെ ലോ ആണ്. ആ 2 മിനിറ്റ് ബാറിൻ്റെ ലോ ആണ് 76.4. ഓക്കെ, ആ 5 മിനിറ്റിൽ ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് 76.12 സോ എൻ്റെ ട്രയൽ ഞാൻ ബ്രേക്ക് ഈവൻ പോവാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ബ്രേക്ക് ഈവനിൽ പോകുന്നത് എന്തിനാണ് ചോദിക്കും. സോറി, ബ്രേക്ക് ഈവൻ ആയിരിക്കും. ബ്രേക്ക് ഈവൻ ചെറിയൊരു ലോസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഔട്ടാണ് മാർക്കറ്റിൽ നിന്ന്. അതും ചെറിയൊരു ലോസ് നമ്മളെടുത്തു. സോ നമുക്കിനി ഒരു ട്രേഡ് ഇന്നത്തെ ഉള്ളു. ടോട്ടൽ നമ്മൾ $38 ഇന്ന് നെഗറ്റീവാണ്. 1 മോർ ട്രേഡ് നമുക്ക് ഉണ്ട്. കൊക്കക്കോള എന്തായി? അതെ, കൊക്കക്കോള നമ്മുടെ ബൈ ട്രിഗർ ആയില്ലായിരുന്നു. നല്ലൊരു മൊമെൻറ്റം തന്നു. ബൈ ട്രിഗർ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു.
സോറി 56 57 ആയതേ ഉള്ളൂ. ഓക്കെ, സിയിലൊരു എൻട്രി ഉണ്ട്. ഓക്കെ, സിയിൽ എൻട്രി എടുക്കുകയാണ്. ലോ ഓഫ് ദ ക്യാൻഡിൽ ഈസ് 12, 58, 12. നമുക്ക് ട്രിഗർ അയക്കുന്നത് 21-ലാണ്. 11. ഔട്ട്. പക്ഷെ നമ്മളത് ഞാൻ റിസ്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു. സോ വലിയ റിസ്ക് ആയിരിക്കും അത്. ഫുൾ ലോസ്. ഓക്കെ, ദാറ്റ്സ് എ നെഗറ്റീവ് ഡേ ടുഡേ. ഞാനത് റിസ്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് ഇടിഞ്ഞു പോയി. നമുക്ക് പറ്റിയ അബദ്ധമെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ ഇടണമായിരുന്നു. ഞാൻ ആദ്യത്തെ സ്റ്റോപ്പ് ഇട്ടു, പക്ഷേ രണ്ടാമത് ഞാൻ 100 കൂടെ ആഡ് ചെയ്തപ്പം അതിൻ്റെ സ്റ്റോപ്പ് കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും സ്റ്റോപ്പ് ഇട്ടത്. അപ്പോഴത്തേക്കിന് പ്രൈസ് താഴെ വന്നിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് എടുത്തു, എന്നിട്ട് മുകളിലേക്ക് പോകുന്നു. സോ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാം. സോ നമ്മുടെ 10ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ നമ്മുടെ ലൂസിങ് ഡേ, നമ്മുടെ നെഗറ്റീവ് ഡേ. ലൂസിങ് ഡേ അല്ല, ഇറ്റ് ഇസ് നോ ലൂസിങ് ഡേ. ഓക്കെ, നമ്മുടെ നെഗറ്റീവ് ഡേ ആണ് ഇന്ന്. $98. ഇന്ന് $90 വന്നത് ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. സ്റ്റോപ്പ് ലേറ്റ് ആയിപ്പോയി ഇടാൻ. ഓക്കെ, അപ്പം അടുത്ത സമയം ഞാനിവിടെ ആ മിസ്റ്റേക്ക് എഴുതിയിടും. നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഓക്കെ, സോറി, ഒരു കാര്യം പറയാൻ പറ്റുപോയി. നമ്മുടെ വീക്ക്ലി അനലൈസ്, അതായത് ഈ ആഴ്ചത്തെ നമ്മുടെ ഫുൾ ട്രേഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. പ്രോഫിറ്റ് എടുത്തതും ലോസ് ആയിട്ടുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ അടുത്തതായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് കഴിയുമ്പോൾ.